ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ഡെസ്ക്ടോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മളെ ചുറ്റിച്ച സെയി നെറ്റ്വർക്കിൻ്റെ ടെസ്റ്റ് പങ്കെടുക്കാനുള്ളതാണ്. ഇപ്പോൾ നടക്കുന്നത് പാർട്ട് 4 എന്ന് വേണമെങ്കിൽ വിളിക്കാം. 1, 2, 3 ഓൾറെഡി കഴിഞ്ഞു. പാർട്ട് 4ലും പങ്കെടുക്കുന്നവർക്ക് എയർ ഡ്രോപ്പ് കൊടുക്കുമെന്ന് അവർ ഡിസ്കോഡിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പാർട്ട് 1ഉം 2ഉം 3യും അറ്റൻഡ് ചെയ്തവർക്ക് എളുപ്പമായിരിക്കും പാർട്ട് 4 ചെയ്യാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ ഡയറക്റ്റ്ലി പാർട്ട് 4 മാത്രമാണ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് എയർ ഡ്രോപ്പിന് എലിജിബിലിറ്റി കിട്ടും. അപ്പോൾ അതിന് നമുക്ക് മാക്സിമം പോയിൻറ്റ്സ് കളക്ട് ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഡിസ്കോഡിൽ ഞാൻ അവരുടെ അനൗൺസ്മെൻറ്റ് കാണിച്ചു തരാം. അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1% ഓഫ് സെയുടെ ടോട്ടൽ ടോക്കൺ സപ്ലൈ ആണ് ഇവർ ടെസ്റ്റ്നെറ്റ് റിവാർഡ്സ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ പാർട്ടിലും ചെയ്ത ആൾക്കാർക്ക് റിവാർഡ്സ് ഉണ്ടാവും. അപ്പോൾ പാർട്ട് 1 ചെയ്ത ആൾക്കാർക്ക് അതിൻ്റെ 20% ആയിരിക്കാം, 2 ചെയ്ത ആൾക്ക് ബാക്കി 20% അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ പാർട്ട് 4 ചെയ്യുന്ന ആൾക്കാർക്കും പാർട്ടല്ലെങ്കിൽ ആക്ട് 4 ചെയ്യുന്ന ആൾക്കാർക്ക് എയർ ഡ്രോപ്പ് ഉണ്ടാവുമെന്ന് ഇവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെയി നെറ്റ്വർക്കിൻ്റെ ട്വിറ്റർ പേജൊക്കെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഇവർക്ക് ഇപ്പോൾ ഏകദേശം 61,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ടാസ്കുകളുണ്ട്. കുറച്ച് കൺഫ്യൂസിങ് ആണ് ചില ടാസ്കുകൾ. പിന്നെ അതേപോലെ തന്നെ ചില ടാസ്കുകൾ കറക്റ്റ് ടൈമിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ആ ഒരു വോർട്ടെക്സ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. 2 ദിവസം മുന്നേ നമ്മൾ കുറേ ബഗ്ഗുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ടാണ് ഇപ്പോൾ വീണ്ടും വന്നേക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കുറേ ലിങ്ക്സ് ഉണ്ടാവുന്ന ആ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ഫോം ഫില്ല് ചെയ്യണം. നിങ്ങൾ ഈ ഒരു ടാസ്ക് ചെയ്യുന്നതിന് മുന്നേ സൈനാമി ഇൻസെൻറ്റിവൈസ് ടെസ്റ്റ്നെറ്റ് രജിസ്ട്രേഷൻ ഫോം. അപ്പോൾ പേര്, ഇമെയിൽ ID, ഡിസ്കോഡ് ID, ഇൻറ്റൻറ്റൻറ്റ് മോണിക്കർ, ഇതെന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ ക്രിപ്റ്റോ യൂട്യൂബർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഏറ്റവും ആദ്യത്തെ ഫോം ഫില്ല് ചെയ്യേണ്ടത്. എന്നിട്ടാണ് നമ്മൾ ടാസ്കിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ടാസ്ക് നോക്കുമ്പോൾ ഇവരുടെ ആക്ട് 4 ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. 1, 2, 3യുടെ ടൈം കഴിഞ്ഞു. അപ്പോൾ ആക്ട് 4 ആണ് ഇപ്പോൾ കറൻറ്റ്ലി നടക്കുന്നത്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇവരുടെ വോർട്ടെക്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പ്ലേസ് ലിമിറ്റ് ഓർഡർ ഓൺ വോർട്ടെക്സ് ലോങ് ഓർ ഷോർട്ട് ഇൻ എനി മാർക്കറ്റ്. അപ്പോൾ ഒരു പോയിൻ്റാണ് ഒരു ലിമിറ്റ് ഓർഡറിന് കിട്ടുന്നത്. ഡെയിലി 5 ഓർഡേഴ്സ് ചെയ്യുക. അപ്പോൾ 5 സബ്മിഷൻസ് ഉണ്ടാവും. ഒരു വാലറ്റിന് മാക്സിമം 5 പോയിൻറ്റ്സ് ഇത് നേടാൻ പറ്റും. പിന്നെ പ്ലേസ് മാർക്കറ്റ് ഓർഡർ ഓൺ വോർട്ടെക്സ് സെയിം 1 പോയിൻ്റ് ആണ് കിട്ടുന്നത്. മാക്സിമം 5 ആണ്. അപ്പോൾ ഇവിടുന്ന് 5 പോയിൻ്റ് നേടാൻ പറ്റും. ഇവിടെ പ്ലേസ് മൾട്ടിപ്പിൾ ലോങ് ഷോർട്ട് ഓർഡേഴ്സ് ഇൻ 1 ട്രാൻസാക്ഷൻ, ബണ്ടിൽഡ് ഓർഡർ പ്ലേസ്മെൻറ്റ് എന്നാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ എനിക്ക് മര്യാദയ്ക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് 3 പോയിൻറ്റ്സ് ആണ് കിട്ടുന്നത് ബണ്ടിൽഡ് ഓർഡറിന്. 5 സബ്മിഷൻ വരെ 15 പോയിൻറ്റ്സ് ഇവിടെ നേടാൻ പറ്റും. പിന്നെ 2 പോയിൻ്റ് ലിക്വിഡേഷന്, നമുക്ക് ലിക്വിഡേഷൻ ആയി കഴിഞ്ഞാൽ 2 പോയിൻ്റ്, അങ്ങനത്തെ 5 സബ്മിഷൻ മൊത്തം 10 പോയിൻ്റ് നേടാം. പിന്നെ 100 യൂണീക്ക് ഇൻട്രാക്ഷൻസ്, അപ്പോൾ 30 പോയിൻറ്റ്സ് ആണ് ഇതിനൊരു സബ്മിഷൻ. പക്ഷേ ഇതിന് കുറച്ച് പണിയുണ്ട് വെച്ച് കഴിഞ്ഞാൽ 100 ട്രാൻസാക്ഷൻ ഹാഷുകൾ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഏറ്റവും ടാസ്ക്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഇതൊന്നും ചെയ്യാൻ വലിയ പാടില്ല. പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള ഫോം ഫില്ലിംഗ് ആണ് ഏറ്റവും വലിയ ടാസ്ക്. ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം ഫോം ഫില്ല് ചെയ്ത് കാണിച്ചു തരുന്നില്ല. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. കാരണം ഒരുപാട് ഫില്ല് ചെയ്യാണ്ട്. പിന്നെ 100 യൂണിക് അത് പറഞ്ഞു. പിന്നെ ഒരാളെ റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 പോയിൻ്റ് കിട്ടും. നിങ്ങൾ ആരെങ്കിലും റെഫർ ചെയ്തു, അവർ വേറൊരാൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും 1 പോയിൻ്റ് കിട്ടും. പക്ഷേ അതിന് കുറച്ച് ടാസ്കുകളുണ്ട്. നിങ്ങളെ ഡീറ്റെയിൽസൊക്കെ അവർക്കും കിട്ടണം. എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് വോർട്ടെക്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോകണം. ഇവിടെ പോയിട്ട് നമ്മൾ ഈ സെയി നെറ്റ്വർക്ക് നമ്മുടെ വാലറ്റിലേക്ക് ആഡ് ചെയ്യണം. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കെപ്ലർ വാലറ്റാണ്. കെപ്ലർ വാലറ്റ് ഇതിന് മുന്നത്തെ ഓൾറെഡി ഒരു ടാസ്കിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒനോമി എന്ന് പറഞ്ഞ ടെസ്റ്റ്നെറ്റിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ കോസ്മോസ് ഹബിലാവും ഡിഫോൾട്ടായിട്ട് കിടക്കുന്നുണ്ടാവുക. നമ്മൾ നമ്മുടെ വോർട്ടെക്സ് പ്ലാറ്റ്ഫോം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണക്ട് എന്നായിരിക്കും. ഇപ്പോൾ ഇവിടെ എൻ്റെ വാലറ്റ് അഡ്രസ്സാണ് കാണിക്കുന്നത്. കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു കെപ്ലർ വാലറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെയി ടെസ്റ്റ്നെറ്റ് ആഡായി കിടക്കും. അപ്പോൾ ഇതാണ് എൻ്റെ സെയുടെ അഡ്രസ്സ്. അപ്പോൾ ഈ ഒരു അഡ്രസ്സ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത് കോപ്പി ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓൾറെഡി 1.98 സെയി ബാക്കിയുണ്ട്. 2 വോൾ ഉണ്ടായിരുന്നു. പിന്നെ UST ടോക്കണൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് സെയി നെറ്റ്വർക്കിൽ എന്ത് ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിലും സെയി ടോക്കൺ വേണം. അതുകൂടാതെ നമുക്ക് ഈ വോർട്ടെക്സിൽ എന്തെങ്കിലും പെർഫോം ചെയ്യണമെങ്കിൽ UST2 എന്ന് പറഞ്ഞ ടോക്കൺ വേണം. അപ്പോൾ നമുക്ക് നേരെ ഡിസ്കോഡിൽ പോവാം. ഡിസ്കോഡിൽ പോയിട്ട് ഏറ്റവും അടിക്കല്ല കുറച്ച് അടിക്ക് പോയിട്ട് ടെസ്റ്റ്നെറ്റ് സെക്ഷനിൽ അറ്റ്ലാന്റിക് 1 faucet എന്ന സെക്ഷനിൽ പോയിട്ട് എക്സ്ക്ലമേഷൻ FAUCET സ്പേസ് നമ്മുടെ വാലറ്റ് അഡ്രസ്സ് കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. ഒരാൾക്ക് ഒരേ ഒരു പ്രാവശ്യം മാത്രമേ സെയി ടോക്കൺ എടുക്കാൻ പറ്റുള്ളൂ. ഒരു സെയി ടോക്കൺ കിട്ടുള്ളൂ. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെയി ടോക്കൺ കിട്ടും. ഇപ്പോൾ എന്തോ ഒരു എറർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ സെയി ടോക്കൺ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ അഡ്രസ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് സെയി ടോക്കൺസ് നേടാവുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് കൊടുക്കുക. എം നോട്ട് റോബോട്ട് റിക്വസ്റ്റ് ടോക്കൺ. നിങ്ങൾക്ക് ഒരു സെയി ടോക്കൺ കിട്ടണം. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ടോക്കൺ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. എനിക്കിവിടെ 1.98 ഉണ്ട്. അപ്പോൾ 2 ടോക്കൺ ഉണ്ട്. ഒരെണ്ണം ഇവിടെ നിന്നും കിട്ടി, ഒരെണ്ണം മറ്റേ ഫോസറ്റിൽ നിന്നും കിട്ടി.
അപ്പോൾ സെയ് ടോക്കൺ വന്നു. സെയ് ടോക്കൺ വന്നതിന് ശേഷം നിങ്ങൾക്ക് അടുത്തത് വേണ്ടത് രണ്ടാമത്തെ ഒരു ടോക്കൺ കൂടി വേണം. UST ടോക്കൺ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വോർട്ടെക്സിൽ യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിനായിട്ട് #FAUCET സ്പേസ് UST2 സ്പേസ് നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ്. അപ്പോൾ ഇതൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ ടൈപ്പ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മില്യൺ UST ടോക്കൺസ് കിട്ടും. അപ്പോൾ എനിക്ക് 1 മില്യൻ്റെ മേലെ ഉണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്തതാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ UST ടോക്കണും വരും നിങ്ങൾക്ക്. ഈ USDC ഞാൻ ബ്രിഡ്ജ് ചെയ്തതാണ്. ബ്രിഡ്ജ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ വോർട്ടെക്സിൽ പോയി ബ്രിഡ്ജ് വർക്ക് ചെയ്യണമെങ്കിൽ ബ്രിഡ്ജ് എത്തറിയം ഗോറിൽ നിന്ന് USDC മെറ്റാമാസ്ക് കണക്ട് ചെയ്തിട്ട് സെയ് നെറ്റ്വർക്കിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. ഇതിൻ്റെ ആ ടാസ്കിലില്ല, ഞാൻ അത് ട്രൈ ചെയ്തെന്ന് മാത്രം. ഇനി നമ്മൾ പോകേണ്ടത് വോർട്ടെക്സിൻ്റെ പോർട്ട്ഫോളിയോയിലേക്കാണ്. വോർട്ടെക്സിൻ്റെ അത് മെയിൻ വെബ്സൈറ്റിലേക്ക് പോയി അപ്പോൾ സ്റ്റാർട്ട് ട്രേഡിംഗ് പോർട്ട്ഫോളിയോ പോവുക. പോർട്ട്ഫോളിയോ സെക്ഷനിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ UST2 ടോക്കൺ എന്ന് പറയുന്നത് നമ്മുടെ കെപ്ലർ വാലറ്റിനായിരിക്കും. അവിടെ നിന്ന് നമ്മൾ വോർട്ടെക്സിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ UST2 എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഓൾറെഡി 1,00,000 മേലെ ടോക്കൺസ് കൊടുത്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് വീണ്ടും കാണിച്ചു തരാം. ഒരു 10,000 ടോക്കൺസ് കൂടി ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യാണ്. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്രൂവ് കൊടുക്കുക. അപ്പോൾ അപ്രൂവ് കൊടുത്തു. അപ്പോൾ സബ്മിറ്റിംഗ് ആണ്. അപ്പോൾ ഇത് 1,12,000 എന്നുള്ളത് ഇപ്പോൾ കൂടിയിട്ട് 1,22,000 ആവും. സബ്മിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ട്രാൻസാക്ഷൻ വാസ് സബ്മിറ്റഡ് ബട്ട് വാസ് നോട്ട് യെറ്റ് ഫൗണ്ട് ഓൺ ദർ വാസ് വെയിറ്റിംഗ് ഫോർ 60 സെക്കൻഡ്. അപ്പോൾ ഡെപ്പോസിറ്റ് ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളത് വെച്ചിട്ട് ഞാൻ ട്രാൻസാക്ഷൻ കാണിച്ചു തരാം. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കയ്യിലുള്ള സാധനം വിഡ്രോ ചെയ്യണമെങ്കിൽ സെയ് നെറ്റ്വർക്കിൽ നിന്ന് UST2 എത്ര എമൗണ്ട് വേണമെന്നുള്ളത് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കെപ്ലർ വാലറ്റിലേക്ക് തിരിച്ചു വരുന്നതാണ്. ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു ഫണ്ട് ഉള്ളത് വോർട്ടെക്സിൻ്റെ മുകളിലാണ്. ഇനി നമ്മൾ കുറച്ച് ട്രേഡുകൾ പ്ലേസ് ചെയ്യണം. ഇവരുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം വലിയ അത്ര സുഖകരമൊന്നുമല്ല. കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. നമുക്ക് ആവശ്യമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത്രയും സ്പേസ് ഒന്നും ഇതിന് വേണ്ട ആവശ്യമില്ല. നമുക്ക് പൊസിഷൻസ് അങ്ങോട്ട് മാറ്റണമെങ്കിലൊക്കെ ഭയങ്കര പാടായിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ആക്ട് 4ലേക്ക് പോയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയേക്കാം. പ്ലേസ് ലിമിറ്റ് ഓർഡർ ഓൺ വോർട്ടെക്സ് ലോങ് ഓർ ഷോർട്ട് ഇൻ എനി മാർക്കറ്റ്. ഏതൊരു കോയിനിലും ചെയ്യാം. ആകെപ്പാടെ ഒരൊറ്റ കോയിനേ ഉള്ളൂ, ആറ്റം കോയിൻ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ലിമിറ്റ് ഓർഡറാണ് വെക്കേണ്ടത്. മാർക്കറ്റ് ഓർഡർ മാറ്റിയിട്ട് ബൈ. അപ്പോൾ ഇപ്പോൾ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 21-ന് വിൽക്കാണ്ട്. അപ്പോൾ നമുക്കൊരു 22-ന് കുറച്ച് ആറ്റം വാങ്ങാടാം. ഒരു 100 ആറ്റം ടോക്കൺ വാങ്ങാടാണ്. കൺഫേം ലിമിറ്റ് ബൈ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തോ എറർ വന്നു. ഞാൻ വീണ്ടും കൺഫേം ലിമിറ്റ് ബൈ കൊടുക്കുകയാണ്. നോക്കട്ടെ ട്രാൻസാക്ഷൻ എന്തോ ഈ ഒരു 3 കണ്ട വീണ്ടും എറർ. അപ്പോൾ ഇവർക്ക് ഒരുപാട് ബഗ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഇനിയും റെക്ടിഫൈ ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെടുത്തിട്ട് വീഡിയോ ഒന്ന് കാണിച്ചു തരുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇനിയും നീണ്ട് പോകണ്ട. അപ്പോൾ നിങ്ങൾക്കും ടാസ്കുകൾ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഏതായാലും പറഞ്ഞുതരാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്ലേസ് ലിമിറ്റ് ഓർഡർ ഓൺ വോർട്ടെക്സ്. അപ്പോൾ നിങ്ങൾ ലിമിറ്റ് ഓർഡർ വെക്കണം. അത് എക്സിക്യൂട്ട് ആവോ ഇല്ല എന്നുള്ളത് സെക്കൻഡറി ആണ്. 5 ലിമിറ്റ് ഓർഡേഴ്സ് വയ്ക്കുക. 5 എണ്ണമാണ് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. 5 ലിമിറ്റ് ഓർഡേഴ്സ് വെച്ചതിന് ശേഷം നിങ്ങൾ പിന്നെ ബാക്കിയുള്ള ടാസ്ക് ഒന്നും ഇപ്പോൾ ചെയ്യേണ്ട. അടുത്ത ഫോം ഫില്ല് ചെയ്തതിന് ശേഷം മാത്രം. ഫോമിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഫോം നേരെ ഇവിടേക്കാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾ രജിസ്ട്രേഷൻ കൊടുത്താൽ അതേ ഇമെയിൽ ID, പേര്, ഡിസ്കോഡ് ഹാൻഡിൽ, എന്നിട്ട് ആക്ട് 4 എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഏത് കാര്യമാണ് നിങ്ങൾ ചെയ്തതെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലിമിറ്റ് ഓർഡറിൻ്റെത് 5 എണ്ണം ചെയ്തു എന്ന് വയ്ക്കുക. 5 എണ്ണം ചെയ്തെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ പ്ലേസ് 5 ലിമിറ്റ് ഓർഡേഴ്സ് ഓൺ വോർട്ടെക്സ്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക. ഒരേ ഒരെണ്ണം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് മാത്രം ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തെയാണ് 5 പോയിന്റ് വേണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് 5 ലിമിറ്റ് ഓർഡേഴ്സ് വെക്കണം. എന്നിട്ട് പ്രൂഫ് ഓഫ് കംപ്ലീഷൻ. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് 5 ട്രാൻസാക്ഷൻസ് കിട്ടും. ആ ട്രാൻസാക്ഷൻ ആഷ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് എടുക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ പോയിട്ട് ഞാൻ ഓൾറെഡി ഇന്നലെ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പോർട്ട്ഫോളിയോ പോയിട്ട് ട്രേഡ് ഹിസ്റ്ററി. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ട്രാൻസാക്ഷൻ ID. കാരണം ഞാനിത് വേറെ നോക്കിയിട്ട് വേറെ ട്രാൻസാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് തന്നെയായിരിക്കും ട്രാൻസാക്ഷൻ ID. അപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ ട്രാൻസാക്ഷൻ ID. ഇത് കോപ്പി ചെയ്യുക. എന്നിട്ട് ഈ ഒരു 5 ഐഡികൾ ഉണ്ടല്ലോ, ഇതൊക്കെ സെയിം ആണ് കേട്ടോ. ഇത് പല സെല്ലുകളും. ഒറ്റ ട്രാൻസാക്ഷൻ ഞാൻ മൾട്ടിപ്പിൾ പ്രാവശ്യം ചെയ്യാൻ നോക്കിയതാണ്. എന്താണ് എക്സിക്യൂട്ട് ആവാത്തതുകൊണ്ട്. അപ്പോൾ ഇത് ഒരു ID കോപ്പി ചെയ്യുക. എന്നിട്ട് അതിവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് കോമ. എന്നിട്ട് അടുത്തത് കോപ്പി ചെയ്യുക. അതായത് രണ്ടാമത്തെ ലോങ് ഓർഡറോ ഷോർട്ട് ഓർഡറോ എന്താ വെച്ചതെന്ന് വെച്ചാൽ അത് അങ്ങനെ 5 ട്രാൻസാക്ഷൻ IDs വേണം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു 5 ട്രാൻസാക്ഷൻ കാണിക്കുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ആ സ്ക്രീൻഷോട്ട് നിങ്ങൾ ഇംഗുർ എന്തെങ്കിൽ ഗൂഗിൾ ഡ്രൈവിൽ പോയിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്തിട്ട് ഒരു ലിങ്ക് കിട്ടും. ഇപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചത്, ഇതിൽ സൈനപ്പ് ചെയ്തിട്ട് ഞാൻ കാണിച്ചത് എന്തെങ്കിലും ഒരു ID.
അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ ഇപ്പോൾ കറൻറ്റ്ലി നടക്കുന്നില്ല. എനിക്കൊരു വെരിഫിക്കേഷൻ കോഡ് വരുന്നില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എടുത്ത സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്തിട്ട് ആ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് നിങ്ങൾക്ക് കോപ്പി ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് ഇതേപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഗെറ്റ് ലിങ്ക് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ആ ലിങ്ക് നിങ്ങൾ ഇവിടെ പേസ്റ്റ് ചെയ്യുക. സ്ക്രീൻഷോട്ടിൻ്റെ, അതായത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ലിങ്കാണ് പേസ്റ്റ് ചെയ്യേണ്ടത്. ഇവർ പറയുന്നത് ഇംഗൂറാണ്, ഇംഗൂർ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ഞാൻ പറയുന്നത് ഗൂഗിൾ ഡ്രൈവ് ചിലർ യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ നിങ്ങളൊന്നും എൻ്റർ ചെയ്യേണ്ട. ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാലറ്റ് അഡ്രസ്സ് കൊടുക്കാവുന്നതാണ്. അതായത് ഞാൻ നിങ്ങളെ റെഫർ ചെയ്തുന്ന രീതിയിൽ വാലറ്റ് അഡ്രസ്സ് ഒക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അത് പ്രത്യേകം എടുത്ത് പറയുന്നത് ഇവിടെ എൻ്റെ വാലറ്റ് അഡ്രസ്സ് റെഫറൽ എന്ന രീതിയിൽ ഇവിടെ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് സെയ്ഡ് ആ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റത്തെ ഈ ഒരു 5 ലിമിറ്റ് ഓർഡർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് സബ്മിറ്റ് ചെയ്യുന്നു. ഇനി വീണ്ടും നിങ്ങൾ ഇവിടെ പോകുന്നു. അടുത്തത് 5 മാർക്കറ്റ് ഓർഡർ ചെയ്യണം. അപ്പോൾ ഇതിന് വീണ്ടും ഫോം ഫില്ല് ചെയ്യണം. വോർട്ടെക്സിൽ പോയിട്ട് നമ്മൾ 5 മാർക്കറ്റ് ഓർഡർ ട്രേഡിൽ ചെയ്യുന്നു. ഇപ്പോൾ ലിമിറ്റ് വെച്ച് ചെയ്തതു, പിന്നെ അടുത്ത് മാർക്കറ്റ് വെച്ചിട്ട് 5 ഓർഡർ ഇടുന്നു. ആ 5 ഓർഡറിൻ്റെയും ട്രാൻസാക്ഷൻസ് നമ്മൾ ട്രേഡ് ഹിസ്റ്ററി പോയിട്ട് ഇതേപോലെ ട്രാൻസാക്ഷൻ ഐ ഡി ഉണ്ടാവും. അത് കോപ്പി ചെയ്തിട്ട് ഈ ഒരു ലിമിറ്റ് ഓർഡർ മാറ്റിയിട്ട് 5 മാർക്കറ്റ് ഓർഡർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ സെലക്ട് ചെയ്തിട്ട് ആ ട്രാൻസാക്ഷൻ ഐ ഡീസ് കൊടുക്കണം. സ്ക്രീൻഷോട്ട് എടുക്കണം. സ്ക്രീൻഷോട്ട് വീണ്ടും ഇംഗൂറിൽ അപ്ലോഡ് ചെയ്യണം. അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് ആ ലിങ്ക് എടുത്തിട്ട് ആ ലിങ്ക് ഇവിടെ കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇവിടെ ഒന്നും കൊടുക്കണ്ട. ഇവിടെ വീണ്ടും എൻ്റെ അഡ്രസ്സ് കൊടുക്കാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കാവുന്നതാണ്. സബ്മിറ്റ്. അത് കഴിഞ്ഞു. വീണ്ടും നമ്മളിവിടെ പോകുന്നു. വീണ്ടും അടുത്ത് പോയിട്ട് മൾട്ടിപ്പിൾ ലോങ് ഓർഡേഴ്സ് ബണ്ടിൽഡ് ഓർഡർ പ്ലേസ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും നമ്മൾ വോർട്ടെക്സിൽ വരുന്നു. വീണ്ടും ഒരു മാർക്കറ്റ് ബൈ ഓർഡർ പ്ലേസ് ചെയ്യുന്നു നമ്മൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ഭാഗത്തും സെല്ല് പല ഇപ്പോൾ 100 കോയിൻസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ 20 കോയിൻസിൻ്റെ 5 സെല്ല് ഇടുക. അപ്പോൾ മൾട്ടിപ്പിൾ ഓർഡേഴ്സായി. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു നമ്പർ കിട്ടും. സെയിം നമ്പറിൽ മൾട്ടിപ്പിൾ സെൽ ഓർഡേഴ്സ്. അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻസ് കോപ്പി ചെയ്യുക. എന്നിട്ട് വീണ്ടും ഫോം എടുക്കുക, ഡീറ്റെയിൽസ് ഇതേപോലെ ഫില്ല് ചെയ്ത് തുടങ്ങുക. എന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. വീണ്ടും നമ്മൾ ഇതിൽ പോകുന്നു. ലിക്വിഡേഷൻ്റെ 5 ലിക്വിഡേഷൻസ് ആക്കണം. അപ്പോൾ അതിനായിട്ട് വീണ്ടും വോർട്ടെക്സിൽ പോയിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നു, ലിക്വിഡേഷൻസ് വരുത്തുന്നു. ലിക്വിഡേഷൻ വരുത്തിയതിനു ശേഷം ആ ട്രാൻസാക്ഷൻ്റെ അത് വീണ്ടും ഇവിടെ നിന്ന് ഗെറ്റ് ലിക്വിഡേറ്റർ ഓൺ വോർട്ടെക്സ് എന്ന് കൊടുത്തിട്ട് ആ ട്രാൻസാക്ഷൻ ഐ ഡി ഫില്ല് ചെയ്യുന്നു, സ്ക്രീൻഷോട്ട് ഫില്ല് ചെയ്യുന്നു, പിന്നെ എൻ്റെ വാലറ്റ് ഐ ഡി ഫില്ല് ചെയ്യുന്നു, പിന്നെ നിങ്ങളുടെ വാലറ്റ് ഐ ഡി ഫില്ല് ചെയ്യുന്നു. ഓക്കെ, വീണ്ടും ഇതിലേക്ക് വരുന്നു. വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. 100 ഇൻട്രാക്ഷൻസ്. അപ്പോൾ 100 ട്രാൻസാക്ഷൻസ് നിങ്ങൾ കാണിക്കേണ്ടത്. 100 കാണിച്ചതിന് ശേഷം 100 ട്രാൻസാക്ഷൻ്റെയും ഐ ഡി വെച്ചിട്ട് ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ട്രാൻസാക്ഷൻസ് കൊടുക്കുക, സ്ക്രീൻഷോട്ട് കൊടുക്കുക. എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ വാലറ്റ് അഡ്രസ്സ്, നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് സബ്മിറ്റ്. വീണ്ടും പോവുക. പിന്നെ റെഫറിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ആരെങ്കിലും റെഫർ ചെയ്യണമെങ്കിൽ ഇതേപോലെ ഫില്ല് ചെയ്ത്. അപ്പോൾ ഈ 5 ടാസ്കുകൾ ചെയ്യാൻ തന്നെ നമുക്ക് കുറച്ച് സമയമൊന്നും പോരാ, നല്ല ടൈം എടുക്കും. നമ്മൾ ഓരോ ടാസ്ക് എടുത്ത് കഴിഞ്ഞ് എല്ലാത്തിൻ്റെയും ട്രാൻസാക്ഷൻ ഹാഷ് എടുക്കണം. ഈ ഒരു 2 പിന്നെ എളുപ്പമായിരിക്കും. പിന്നീടുള്ളതൊക്കെ കുറച്ച് സമയം എടുക്കും ഈ ലിക്വിഡേഷൻ ആവാനും പിന്നെ ഈ 100 യൂണീക്ക് ട്രാൻസാക്ഷൻസൊക്കെ കാണിക്കാനായിട്ട്. അപ്പോൾ ഫോമിൻ്റെ ലിങ്ക്സും അതേപോലെ തന്നെ സെയിൻ എയർഡ്രോപ്പിൻ്റെ ലിങ്കും വോർട്ടെക്സിൻ്റെ ലിങ്കും ഫോസറ്റിൻ്റെ ലിങ്കും എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റെഫറലിൻ്റെ സ്ഥലത്ത് എൻ്റെ വാലറ്റ് ഐ ഡി കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടമാണ്, കൊടുക്കണമെങ്കിൽ കൊടുക്കാം, കൊടുക്കണമെങ്കിൽ കൊടുക്കണ്ട. കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു 10 പോയിന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ മാക്സിമം പോയിന്റ്സ് കളക്ട് ചെയ്യുക. എത്രത്തോളം പോയിന്റ്സ് കളക്ട് ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ എയർ ഡ്രോപ്പിൻ്റെ വാല്യൂ എമൗണ്ട് കൂടും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളത് മാക്സിമം ടാസ്കുകൾ അറ്റൻഡ് ചെയ്യാൻ പറയുന്നത്. ട്രാൻസാക്ഷൻ ഇപ്പോഴും എന്തോ എറർ കാണിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ കറക്റ്റായിട്ടൊരു ഓർഡർ എടുത്ത് കാണിച്ചു തന്നെ. ഇത് ഇന്നലെ ഞാൻ ഓർഡർ എടുത്തിരുന്നു. ഇന്നലത്തെ ഓർഡേഴ്സിൻ്റെ ട്രേഡ് ഹിസ്റ്ററിയാണ് കാണിച്ചത്. ഞാൻ മേടിച്ചത് 819 ടോക്കൺസ് ആയിരുന്നു. ഇത്ര രൂപയ്ക്കാണ് വാങ്ങിയത്. 13 പല വിലയ്ക്കും വിറ്റിരുന്നു. അതിൻ്റെ ഞാൻ ഡീറ്റെയിൽസ് കാണുന്നത്. $1,11,000 എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. പക്ഷേ 1,12,658 ഞാൻ എക്സിറ്റ് അടിച്ചത്. അപ്പോൾ 1,658 കോയിൻസിൻ്റെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്താണെന്നറിയില്ല, എറേഴ്സ് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ബഗ്സ് ഇപ്പോഴും ഉണ്ട്. പക്ഷേ നിങ്ങൾ ബഗ്സ് റിപ്പോർട്ട് ചെയ്യണതിന് എന്തൊക്കെയോ എക്സ്ട്രാ ടാസ്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൊണ്ടെന്ന് തോന്നുന്നു. റെഫേർഡ് ഇല്ല. ബഗ്സിന് നിങ്ങൾക്ക് ഇവരുടെ ഡിസ്കോഡിൽ പോയിട്ട് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ വീണ്ടും ഡിസ്കോഡിൽ എന്തൊക്കെയോ ഫോസറ്റിന് ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ സെയ് ടോക്കൺ നിങ്ങൾക്ക് മിക്കവാറും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുക്കാൻ നോക്കുക. അപ്പോൾ കറൻറ്റ്ലി 6,478 ബാക്കിയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. റിഫ്രഷ് അടിച്ചോക്കട്ടെ, വീണ്ടും കുറഞ്ഞു ആവോ. ആൾക്കാരത് കിട്ടാണ്ടാവുമ്പോൾ ഇവിടെ വന്നിട്ട് എടുക്കാറ്. ഇപ്പോൾ 6,300 ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓൾ ദാറ്റ് നോഡ് എന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനോട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് സെയ്യുടെ ടോക്കൺസ് നേടാവുന്നതാണ്. സെയ് നെറ്റ്വർക്ക് ആഡ് ചെയ്യാനായിട്ട് കെപ്ലർ വാലറ്റിൽ വോർട്ടെക്സ് ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സെയ് നെറ്റ്വർക്ക് ആഡ് ചെയ്യും. എന്നിട്ട് താഴെ പോയിട്ട് സെയ് ടെസ്റ്റ്നെറ്റ് ആക്കണമെങ്കിൽ മാത്രമേ ഈ അഡ്രസ്സ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ലിങ്ക്സും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്.
അപ്പോൾ നിങ്ങൾ മാക്സിമം ടാസ്കുകൾ ചെയ്തിട്ട് മാക്സിമം പോയിന്റ്സ് നേടുക. പറ്റുകയാണെങ്കിൽ എൻ്റെ വാലറ്റിൻ്റെ അഡ്രസ്സ് ഈ ഒരു സെക്ഷനിൽ കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ വാലറ്റിൻ്റെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. പിന്നെയുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ടെസ്റ്റ്നെറ്റിൻ്റെ ടാസ്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ടെസ്റ്റ്നെറ്റിൻ്റെയും ടാസ്കുകൾ എന്തൊക്കെ അപ്ഡേഷൻ വന്നിട്ടുണ്ടെന്ന് എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ഇതിൻ്റെ ഇടയിൽ റിസർച്ചും പിന്നെ അതിൻ്റെ ഓഫീസിലെ വർക്കുമായിട്ട് ഒരുപാട് സമയം പോകുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഞാൻ ഹെൽപ്പ് ഒരുപാട് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഉടനടി ചാനലിലിടുക, അല്ലെങ്കിൽ എന്നെ ടാഗ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് അത് നോക്കും. അപ്പോൾ എനിക്കത് പിൻ ചെയ്തിടാം. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇത് നിങ്ങൾ ഓരോരുത്തരെന്ന് വെച്ചാൽ ടാസ്ക് ചെയ്യുന്ന എല്ലാവരും ഇതിന് റെസ്പോൺസിബിൾ ആയിരിക്കണം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്ഡേഷൻസ് എപ്പോഴും എനിക്ക് മാത്രം തരാൻ പറ്റില്ല. നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് പേര് ഓൾറെഡി ചെയ്യുന്നില്ല എന്നല്ല. പക്ഷേ പലപ്പോഴും പല ടാസ്കുകൾ നമ്മൾ മിസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ടാസ്കുകൾ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഉടനടി ഗ്രൂപ്പിലിടുക. അത് ഒരാൾ ഇട്ടിട്ടുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ടാഗ് ചെയ്തിട്ട് അത് ഗ്രൂപ്പിലിടുക. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ട് ബെനിഫിറ്റ് ആവും. നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ടീമിനും കമ്മ്യൂണിറ്റിക്കും ഒരുമിച്ച് മുന്നേറാനും പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണവും ഹെൽപ്പും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്നിരിക്കുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് നിർബന്ധമായിട്ട് അമർത്തിക്കണം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം.